കഴിക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിയിട്ടുള്ള ചീത്ത ഫുള്ള് കേട്ട് തുടച്ച് വൃത്തിയാക്കേണ്ട അവസ്ഥ ഇത് ആദ്യമായിട്ടാണ്. നോമ്പ് എടുത്തിട്ട് റീൽ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഫുഡിന്റെ റീൽ മാത്രമേ എൻ്റെ ഫോണിൽ വരുള്ളൂ കേട്ടോ. എല്ലാവരും ഫോണിൽ ഈ കുഴപ്പമുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എപ്പോൾ റീൽ ഓൺ ആക്കിയാലും ഇങ്ങനെ തന്നെ. ഇതവേ ഞാൻ അങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ട് ലേസ് കൊണ്ട് ഒരു ഗുലുമാൽ ഉണ്ടാക്കും. പേരറിയാത്തോണ്ട് തൽക്കാലം ഇപ്പൊ നമുക്ക് ഗുലുമാൽ എന്നൊക്കെ പറയാം. ആരും അറിയാനൊന്നും പോണില്ലല്ലോ. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോമ്പ് തുറന്നിട്ട് ഇത് ഉണ്ടാക്കണം എന്ന്. പക്ഷെങ്കിൽ അപ്പൊ തിന്നോണ്ടിരിക്കണ അതല്ല കേട്ടോ, ഇതൊരു സ്പെഷ്യൽ മക്രോണിയാണ്. അത് ഉണ്ടാക്കാൻ മക്രോണിയുടെ ആവശ്യം പോലും ഇല്ല കേട്ടോ. യൂട്യൂബിൽ ചേച്ചി ഉണ്ടാക്കണ കണ്ടിട്ട് ഉണ്ടാക്കിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, നല്ല ടേസ്റ്റ് ആട്ടോ. അങ്ങനെ അതിൻ്റെ ഒപ്പം ഇപ്പി വാങ്ങണം എന്ന് വിചാരിച്ചതാട്ടോ. പക്ഷേ ഇപ്പി കിട്ടിയില്ല, മാഗിയാണ് കിട്ടിയത്. പക്ഷെ രണ്ടിനും നല്ല വ്യത്യാസം ഉണ്ടെന്നും മാഗിനേക്കാളും ഇപ്പിക്ക ടേസ്റ്റ് കൂടുതലെന്ന് മനസ്സിലായത് ഇപ്പൊ കുറച്ച് അടുത്തായിട്ടാട്ടോ. ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഇപ്പിക്കും മാഗിക്കും ഒക്കെ ഒരേ ടേസ്റ്റ് ആണ്. പണ്ട് ഞാൻ കടയിൽ ചെന്നിട്ട് ഏതെങ്കിലും നൂഡിൽസ് പെറുക്കി പോരല്ല, പക്ഷെ ഇപ്പൊ ഞാൻ ഇപ്പിണ്ടോന്നാട്ടോ നോക്കുക. നോമ്പ് പറഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും ഞാൻ തിന്നായിരുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ മക്രോണി നൂഡിൽസ് ഒക്കെ ഇവിടെ ഇരിക്കല്ലേ, അപ്പൊ അതൊക്കെ ആര് തിന്ന് തീർക്കും. സംഭവം ഞാൻ ഈ കവർ മാഗി എടുക്കാൻ വേണ്ടിയിട്ടും ഐസ്ക്രീം ഫ്രിഡ്ജിൽ കയറ്റാൻ വേണ്ടിയിട്ടും ആദ്യം തുറന്നതാട്ടോ. പക്ഷെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കൊണ്ട് അയച്ച കവർ കെട്ടണം, കെട്ടിയ കവർ അയക്കണം, അങ്ങനത്തെ കുറച്ച് ഉടായ്പകളൊക്കെ കാട്ടണം. പിന്നെ നേരത്തെ പറഞ്ഞ ഐറ്റം ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് വേണ്ടതാണ് ലേസ്. അതിന് വേണ്ടിയിട്ട് പച്ച ലേസ് തന്നെ നോക്കിയെടുത്തു. കാര്യമൊക്കെ എല്ലാ ലേസിനേക്കാളും കൂടുതൽ ഇഷ്ടം പച്ച ലേസിനോട് തന്നെ. പക്ഷെ എനിക്ക് വിചാരിച്ചതെന്ന് ചെറുതായിട്ടൊരു മാറ്റം ഞാൻ വരുത്തി. അതായത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ആ ഐറ്റം ഞാൻ ഉണ്ടാക്കിയില്ല. കാര്യം നോമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള ക്ഷമയൊന്നുമില്ല, വെയ്യാറുണ്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ലേസ് അല്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ തിന്നു. അതിന്റെ ഒപ്പം തന്നെ ഞാനൊരു ചോക്കോബാറും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചോക്കോബാറിലാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രശ്നം പറ്റിയത്. അതായത് നോമ്പ് തുറക്കാൻ കുറച്ച് അത്യാവശ്യം ടൈം ഉള്ളപ്പോൾ തന്നെ ഞാൻ അത് പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ കൊടുന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചു. പക്ഷേ എങ്കിൽ ഞാൻ ഫ്രീസറിത്തെ കട്ടയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സ്വിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ തണുപ്പ് ഫുള്ള് പോയി. എന്നിട്ട് എന്താ ചോക്കോബാർ പൊളിച്ചു നോക്കുമ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. എന്നിട്ട് അടിയിൽ മൊത്തമായി. പിന്നെ അതൊക്കെ ഞാൻ തന്നെ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ ആ ബെഷ്മണ്ട് മാറട്ടെ എഴുതിയിട്ട് ഒരു പച്ച ലൈസ് കൂടെ എടുത്ത് കഴിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ, ശരി, ബൈ.